വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വിലങ്ങാടും കനത്ത നാശം വിതച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ഞായറാഴ്ച ത്രികാല പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ദുഃഖം പ്രകടിപ്പിച്ചത്. ഇന്ത്യൻ ജനതയോട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തോട് തൻ്റെ അടുപ്പം പ്രകടിപ്പിക്കുകയാണെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് ഞാൻ എൻ്റെ അടുപ്പം പ്രകടിപ്പിക്കുന്നു. വിനാശകരമായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ദുരന്തം ബാധിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥനയിൽ തന്നോടൊപ്പം പങ്കുചേരാൻ പൊതുസന്ദേശത്തിൻ്റെ സമാപനത്തിൽ കേരളത്തെ പരാമർശിച്ച് പാപ്പ പങ്കുവച്ചു. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കണ്ടെത്താനുള്ളവർക്കായുള്ള തിരച്ചിൽ 7ാം ദിനത്തിലേക്ക് കടന്നു. 206 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക്. വയനാട്ടിൽ 93 ക്യാമ്പുകളിലായി 10,000-ത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, മഞ്ഞക്കുന്ന്, പാലൂർ, വായാട് പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ 13 വീടുകൾ പൂർണ്ണമായും 9 വീടുകൾ ഭാഗികമായി നശിച്ചു. 100 ഏക്കറിന് മേൽ കൃഷിഭൂമി ഉപയോഗശൂന്യമായി. റോഡുകൾ തകർന്നതിനാൽ ഒറ്റപ്പെട്ട നിലയിലാണ് പല പ്രദേശങ്ങളും.